നമ്മൾ ബേൺ യൂണിറ്റുകൾ പല ഹോസ്പിറ്റലുകളിലും വേണം എന്ന് നമ്മൾ പറയുമ്പോഴും ശരിക്കും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് നമുക്ക് ആൾക്കാർക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും? നമ്മൾ സാധാരണഗതിയിൽ എല്ലായിടത്തും ബേൺ യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു മുറി അല്ലെങ്കിൽ ഒരു ഏരിയയുടെ പുറത്തൊരു ബോർഡ് ബേൺ യൂണിറ്റ് എന്ന് വെക്കുക. നമ്മൾ പൊള്ളുമ്പോൾ നമ്മൾ തൊലിയും പൊള്ളി അണുക്കളും പൊള്ളി നമ്മൾ സ്റ്റെറൈലാണ്. ഒരു 3-4 ദിവസം എടുക്കും തിരിച്ച് അണുക്കൾ കോളനൈസ് ചെയ്യാനായിട്ട്. ആ ഒരു സമയത്ത് നമ്മൾ അണുക്കൾ ഉള്ളൊരു സ്ഥലത്ത് ആൾക്കാർ പോകരുത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എവിടെയെങ്കിലും ഒരു ബേൺ യൂണിറ്റ് ബോർഡ് വെച്ച് കഴിഞ്ഞ് ചികിത്സയ്ക്കും ഓപ്പറേഷനും വേണ്ടി ആശുപത്രിയിൽ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ പോവുകയാണെന്നുണ്ടെങ്കിൽ ആശുപത്രിയിലുള്ള എല്ലാ അണുക്കളും അയാൾക്ക് കിട്ടും. ബേൺ യൂണിറ്റിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റെറൈലായിട്ട് പൊള്ളി ഒരാൾ വരുന്നു, സ്റ്റെറൈലായിട്ടൊരു ഏരിയയിൽ കയറുന്നു, സ്കിൻ തിരിച്ച് കവർ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് വരെ അയാൾ ആ സ്ഥലത്ത് തന്നെ ഉണ്ടാവും. എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും അതിനകത്ത് മാനേജ് ചെയ്യാൻ സാധിക്കണം. ഒരു ICU വേണമെങ്കിൽ ICU അതിനകത്ത് വേണം, വെന്റിലേറ്റർ വേണമെങ്കിൽ വെന്റിലേറ്റർ അതിനകത്ത് വേണം, ഡയാലിസിസ് വേണം ഡയാലിസിസ് അവിടെ ചെയ്യണം, ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ അതിനകത്ത് തന്നെ സജ്ജീകരിച്ചിരിക്കണം. ഇതാണ് ഒരു ഐഡിയൽ ബേൺസ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇത്രയും സജ്ജീകരണങ്ങളുള്ള ഒരു ബേൺ യൂണിറ്റ് കേരളത്തിൽ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ മാത്രമേ ഉള്ളൂ, വേറെ ഒരിടത്ത്